വരൂ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായ എക്സിറ്ററിൽ നിന്നും ടിവർട്ടണിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഏകദേശം അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്ററിൽ നിന്നും ടിവർട്ടണിലേക്ക് എത്തിച്ചേരാം. യാത്രയുടെ ഭാഗമായി വഴിയിൽ വെച്ച് കണ്ട വേറെ അത്ഭുതമാണ് ഇത്. നമ്മുടെ ഇവിടുത്തെ റോയൽ മെയിലിൻ്റെ നമ്മുടെ നാട്ടിൽ കാണുമ്പോഴത്തെ തപാൽ ബോക്സ് ആണ്, അതായത് പോസ്റ്റ് ബോക്സ് ആണ്. പോസ്റ്റ് ഇത് അടുത്ത് ബുധനാഴ്ച വെനസ്ഡേ ആണ് ഇതിൻ്റെ എടുക്കാനുള്ള ഡേറ്റും പിന്നെ അതിൻ്റെ ടൈമിംഗ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ QR കോഡ് അടിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതാണ്. ഇത് നമ്മുടെ സാധാരണ നാട്ടിലുള്ള ഒരു തപാൽ ബോക്സ് ആണ്. ഓക്കെ, നമ്മളൊരു പോസ്റ്റ് ബോക്സ് ആണ്. അങ്ങനെ നമ്മുടെ ഈ കാഴ്ചകൾ കണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിമനോഹരമായ കാഴ്ചകളും അതിവിശാലമായ പാടശേഖരങ്ങളും കൺകുളിർക്കെ കണ്ടുള്ള യാത്ര തുടരുകയാണ്. ഹായ് കൂട്ടുകാരെ, എക്സിറ്ററിൽ നിന്ന് ഞങ്ങൾ ടിവർട്ടണിലേക്ക് പോകുന്ന വഴിയാണ്. ടിവർട്ടണിലേക്ക് പോകുന്ന വഴിയിൽ മനോഹരമായ പാടങ്ങളും കൃഷിക്ക് അനുയോജ്യമായി ഭൂമി റെഡിയാക്കിയിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളിവിടെ നിർത്തിയതാണ്. ഇപ്പോൾ കൂട്ടുകാരെ അങ്ങോട്ട് നോക്കും, ആ കാണുന്ന ബ്രൗൺ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം പുതിയ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പുറത്ത് കാണുന്നത് ആ പച്ചപ്പെല്ലാം കൃഷിയിടങ്ങളാണ്. അതിനകത്ത് തയ്യാറാക്കാൻ അതിമനോഹരമായൊരു ദൃശ്യമാണ് നമ്മൾ ആ കാണുന്നത്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ എക്സിറ്റിൽ നിന്നും ടിവർട്ടണിലേക്കുള്ള യാത്രാമധ്യേ അതിമനോഹരമായ വഴിയോര കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു എക്സ് എന്നാണ് ഒരു ബോർഡ് കണ്ടത്. റോഡിൻ്റെ ഒരു വശം ചേർന്ന് ചെറിയൊരു ഷെഡ് കാണുകയും ആ ഷെഡിനകത്ത് കുറച്ച് മുട്ടകൾ കാണുകയും ഉണ്ടായി. ഈ മുട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർ അല്ലെങ്കിൽ ആ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകൾ ഇവർ റോഡ് സൈഡിൽ തന്നെ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. ഇവിടെ ആരും തന്നെ ഇല്ല. നമുക്ക് ഈ മുട്ട ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് അതിൽ ആ ഒരു കോയിൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ കോയിൻ ബോക്സിനകത്ത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പൈസ ഇടാം. ഇത് പർട്ടിക്കുലർലി ഇത് ഇത്ര പൈസ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുത്തിട്ട് ഈ മുട്ട എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഈ പോകുന്ന വഴിയിൽ തന്നെ ഞാൻ 1-2 സ്ഥലത്തും ഇതുമാതിരിയുള്ള ബോർഡും എക്സും വിപണനത്തിന് വെച്ചിരിക്കുന്ന കാഴ്ച ഞാൻ കാണാനിടയുണ്ടായി. യാത്രാമധ്യേ കണ്ട മറ്റൊരു കാഴ്ചയാണ് ചെമ്മരിയാടുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത്. പുല്ല് കഴിക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പം എല്ലാ ചെമ്മരിയാടുകളും ഞങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുകയാണ്. അപ്പോൾ വളരെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തിക്കണം. ആ ഒരു മനോഹര കാഴ്ചയാണ് കണ്ടത്. ഓക്കെ.